ഹായ്, നമസ്കാരം. മിയ വ്ളോഗിലോട്ട് എല്ലാവർക്കും സ്വാഗതം. അപ്പോൾ യൂട്യൂബിൽ കുറച്ച് പേർക്കൊക്കെ എന്നെ സപ്പോർട്ട് ചെയ്യുന്ന കുറച്ച് പേർക്കൊക്കെ, അതല്ലെങ്കിൽ ഞാൻ സപ്പോർട്ട് ചെയ്യുന്ന കുറച്ച് പേർക്കൊക്കെ എന്നെ അറിയാം. 2 വർഷമായി നമ്മുടെ യൂട്യൂബ് ചാനൽ ഈ ജേണി തുടങ്ങിയിട്ട്. അപ്പോൾ നമ്മളൊരു ഗുഡ് ന്യൂസ് പറയാൻ വേണ്ടി വന്നതാണ്. അപ്പോൾ എൻ്റെ ഈ മിയ വ്ളോഗ് എന്ന ചാനൽ മോണിയായിട്ടുണ്ട്. ഇപ്പോൾ സബ്സ്ക്രൈബേഴ്സ് എന്ന് പറയുന്നത് 8,000+ എബവ് ഉണ്ട്. അപ്പോൾ ആ ഒരു സ്റ്റേജ് വരെ നമ്മളിപ്പോൾ എത്തി നിൽക്കുന്നത് എൻ്റെ മാത്രം ഒരു എന്താ പറയുക പ്രയത്നം കൊണ്ടല്ല. നമ്മുടെ ഈ യൂട്യൂബ് ഫാമിലി എൻ്റെ ഈ ഒരു ചാനലിനെ സപ്പോർട്ട് ചെയ്ത് ഒത്തിരി സന്തോഷം. എല്ലാവരോടും നന്ദി മാത്രം പറയുകയാണ്. ഈ ഒരു വേളയിൽ എനിക്ക് എല്ലാവരോടും ആ ഒരു സ്നേഹവും സന്തോഷവും അറിയിക്കുകയാണ് ഞാൻ. അകമഴിഞ്ഞൊരു സന്തോഷം. കാരണം നമുക്ക് വാക്കുകളില്ല പറയാനായിട്ട്. ഞാൻ ഒത്തിരി സങ്കടപ്പെട്ടിട്ടുണ്ടായിരുന്നു. എല്ലാവരുടെ ചാനൽ മോണിയാവുന്ന സമയത്ത് എൻ്റെ ചാനലിന് മാത്രം എന്താണ് ഈശ്വര ഇങ്ങനെയൊരു ഇത്രയും 2 വർഷമായില്ല. അതിനുള്ളിൽ 3 മാസത്തിൽ മോണിയായവരുണ്ട്, അല്ലാതെ ഒരു 6 മാസം കൊണ്ട് മോണിയായവരുണ്ട്, 1 വർഷം കൊണ്ട് മോണിയായവരുണ്ട്. നമ്മളിപ്പോൾ 2 വർഷം കഴിഞ്ഞു എന്ന് പറയാം. അപ്പോൾ ഈ സമയമാണ് എനിക്ക് കഴിഞ്ഞ 30-ാം തീയതിയാണ് നമ്മുടെ അതിനിടയ്ക്ക് വേറൊരു കാര്യം കൂടെ ഉണ്ട്. നമ്മുടെ വാച്ച് അവർ കംപ്ലീറ്റ് ആയിരുന്നു 3 മാസം മുന്നേ. അപ്പോൾ വാച്ച് അവർ കംപ്ലീറ്റ് ആയപ്പോൾ ഞാൻ ആ മോണിക്ക് അപ്ലൈ ചെയ്തതെന്ന് വെച്ച് കഴിഞ്ഞാൽ ഒരു ടെക് ചാനലുകാർ ആരും ഞാൻ ആശ്രയിച്ചില്ല. സ്വന്തമായിട്ട് ചെയ്യാൻ ശ്രമിച്ചു. അതെൻ്റെ ഒരു മിസ്റ്റേക്ക് ആയിരുന്നു. കാരണം അത് ചെയ്യാൻ കാരണം എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ അതും കൂടെ പറയാം. കാരണം നമ്മുടെ കയ്യിൽ ഒരു 2,000 രൂപയുടെ ഉള്ളിൽ ഉണ്ടായിരിക്കും. അത് എനിക്കറിയില്ല, ഞാൻ അതിന് വേണ്ടി കോൺടാക്ട് ചെയ്തിട്ടില്ല ആരെയും. അപ്പോൾ ഞാനത് ചെയ്തതിന് ശേഷമാണ് നമ്മളൊരു പറഞ്ഞത്, എനിക്ക് എന്നോട് പറയായിരുന്നില്ല, ഞാൻ ചെയ്ത് തന്നിരുന്നില്ല എന്ന് പറഞ്ഞോളൂ. അപ്പോൾ എനിക്ക് ഭയങ്കര സങ്കടമായി. പക്ഷേ ഞാനത് കുറച്ച് ലേറ്റായി പോയി അറിഞ്ഞപ്പോൾ. അപ്പോൾ നിങ്ങൾ വാച്ച് അവർ കംപ്ലീറ്റ് ആയ ചാനലുകാരുണ്ടെങ്കിൽ സ്വന്തമായിട്ട് ചെയ്യാൻ ശ്രമിക്കരുത്. കാരണം നമ്മുടെ ചാനലിലുള്ള എന്തൊക്കെ ബുദ്ധിമുട്ടുകൾ എന്നുള്ളത് അല്ലെങ്കിൽ പിഴവുകൾ എന്നുള്ളത് നമുക്കറിയില്ല. അപ്പോൾ ആ മിസ്റ്റേക്കൊക്കെ അവർക്ക് നോക്കിയാൽ കാണാൻ കഴിയും. പിന്നെ ഒരു കാര്യം എന്ന് പറയുന്നത്, നമ്മൾ ആ ഒരു യൂസർ ഐഡിയും പാസ്വേഡ് മറക്കരുത്. അതാണ് നമ്മൾ അവർക്ക് കൊടുക്കുമ്പോൾ നമുക്ക് അതിലൂടെയാണ് അവർ ചെയ്തു തരിക. അപ്പോൾ ചിലവരുണ്ടാവും ചാനൽ തുടങ്ങിയിട്ട് എന്താ പറയുക യൂസർ ഐഡിയും പാസ്വേഡും മറന്നു പോയവരുണ്ടാവും. അപ്പോൾ അതൊക്കെ ഒന്ന് ശ്രദ്ധിച്ച് വെക്കുക. ഇപ്പോൾ എങ്ങനെയാണ് നമ്മൾ മറക്കുന്നുള്ള ഉറപ്പിനെ എവിടെയെങ്കിലും ഒന്ന് നോട്ട് ചെയ്ത് വെക്കുക. ആ ഒരു എന്താ പറയുക ബുദ്ധി നമ്മൾ കാണിക്കണം. കാരണം നമുക്കിത് ഇന്നൊക്കെയോ നാളേക്കോ അല്ല, നമുക്ക് എത്ര കാലം വരെ നമ്മുടെ ലൈഫ് ലോങ് കൊണ്ടുപോകണമെങ്കിൽ അങ്ങനെയും കൊണ്ടുപോകാൻ പറ്റുന്നൊരു പ്ലാറ്റ്ഫോമാണ്. അപ്പോൾ ആരും നിസ്സാരമാക്കി ഇത് കാണരുത് കേട്ടോ. പിന്നെ അത് മാത്രമല്ല, അപ്പോൾ ഈ ഒരു മിസ്റ്റേക്ക് എന്ന് പറഞ്ഞാൽ എൻ്റെ മാത്രം മിസ്റ്റേക്ക് ഞാൻ ആർക്കെങ്കിലൊക്കെ പറ്റിയിട്ടുണ്ട്, ഒരാൾക്ക് പറ്റിയിട്ടുണ്ട്, നമ്മുടെ ഇതേ നാട്ടുകാർ നമ്മുടെ ചേച്ചിക്ക് പറ്റിയിട്ടുണ്ട്. പക്ഷേ ചേച്ചിയുടെ ചാനലും ഇപ്പോൾ മോണിയായി എൻ്റെ ശേഷം വന്ന ചാനലാണ് 4,000 സപ്പോർട്ട് എത്തി നിൽക്കുന്നത്. പക്ഷേ എനിക്കതിൽ ഒത്തിരി സന്തോഷം കേട്ടോ. മോണിയായി എന്ന് പറഞ്ഞ് കേൾക്കുന്നതിന് തന്നെ ഒത്തിരി സന്തോഷം. പക്ഷേ നമ്മുടെ ആത്മവിശ്വാസവും നമ്മുടെ ഒരു വിശ്വാസവും നമ്മൾ കൈവിടാൻ പാടില്ല. കാരണം അതിൻ്റെ ഒരു തെളിവും കൂടിയാണ് നമ്മൾ ഈ ഒരു ചാനൽ. കാരണം എന്തൊക്കെ പറഞ്ഞാലും നമ്മുടെ ചാനൽ നമ്മളത് തന്നെ. നമ്മുടെ എന്താ പറയുക, അത്രയും നമ്മൾ ഒരുപാട് കണക്കുകൂട്ടലുകളും ഒരു സ്വപ്നം പോലെ പടുത്തുയർത്തുന്ന ഒരു കൊട്ടാരമാണ് നമ്മുടെ ചാനൽ എന്നത്. അപ്പോൾ അതാരും ചെറുതാക്കി കാണരുത്. മാത്രമല്ല നിസ്സാരാക്കുകയും ചെയ്യരുത്. നമ്മുടെ ചാനലിനോട് ഒരു ആത്മാർത്ഥത എപ്പോഴും ഒരു ഷോർട്ട് എടുക്കുകയാണെങ്കിൽ, ഒരു വീഡിയോ എടുക്കുകയാണെങ്കിൽ നമ്മളത് കാണിക്കുക. ഞാൻ ഈ ചാനൽ ചുമ്മാ ചെറുതായിട്ട് വെറുതെ എങ്ങനെ ഉണ്ടാവും എന്നറിയാൻ വേണ്ടി ചെറുതായിട്ട് തുടങ്ങിയ ചാനലായിരുന്നു. ഇതിൽ ആദ്യം വീഡിയോസ് നിങ്ങൾക്ക് നോക്കിയിട്ടുണ്ടെങ്കിൽ മക്കളെ വെച്ചിട്ടുള്ള ചാനലായിരുന്നു. അത് ആദ്യമായിട്ട് ചെയ്തൊരു അച്ചാറിൻ്റെ ആയിരുന്നു. നമ്മുടെ അച്ചാറാണ്, ഈസ്റ്റേൺ അച്ചാറിൻ്റെ. അത് വെറുതെ ചുമ്മാ ചെയ്തൊരു വീഡിയോ ആയിരുന്നു. പക്ഷേ അതിങ്ങനെ എനിക്ക് കുറച്ചിങ്ങനെ വ്യൂസ് കണ്ടപ്പോൾ ഞാൻ അത് കുഴപ്പമില്ല, നമുക്ക് തുടങ്ങാമെന്നുള്ളൊരു മൈൻഡിലുണ്ടായിരുന്നു. പിന്നെ ഒരു ഷോർട്ടാണ് ഞാൻ അപ്ലോഡ് ചെയ്തത്. അപ്പോൾ ആ ഷോർട്ട് ഒരു 4,000+ ആൾക്കാർ കണ്ടു. അപ്പോൾ ഞാൻ വിചാരിച്ചു എന്തുകൊണ്ട് നമുക്കൊരു ചാനൽ തുടങ്ങിക്കൂടാ. അപ്പോൾ അങ്ങനെ ഒരു ചിന്ത വന്നതാണ് നമ്മുടെ ഈ ഒരു ചാനൽ നടന്നത്. അതിപ്പോൾ ഈ സമയം വരെ എത്തി നിൽക്കുന്നു, മോണി ആയിട്ടുണ്ട്. അപ്പോൾ ഈ മോണി ആവുന്ന ഒരു വാച്ച് അവർ കംപ്ലീറ്റ് ആയ ഒരു സാഹചര്യത്തിൽ നമ്മൾ സ്വന്തമായിട്ട് മോണി ആക്കാൻ ശ്രമിക്കരുത്. കാരണം ആരെങ്കിലുമൊക്കെ ഒരു ആശ്രയം തേടുക. പെയ്ഡായിട്ട് ചെയ്തിട്ട് ടെക് ചാനലുകാർ ഒരുപാട് പേരുണ്ട് നമ്മളെ സഹായിക്കാനായിട്ട്. അപ്പോൾ ആരുടെയെങ്കിലും ഒരു സഹായം തേടുക. എന്നിട്ട് ഞാൻ ചെയ്തത് ഒരു മിസ്റ്റേക്ക് എന്ന് പറയുകയാണെങ്കിൽ അത് ഞാൻ പറയാം. കാരണം നമ്മുടെ ചാനൽ മോണി ആക്കുന്ന സമയത്ത് നമ്മുടെ എന്താ പറയുക ചാനലിൽ ഹൈഡ് വന്നിട്ടുണ്ടായിരിക്കും. നമ്മൾ ഒത്തിരി പേർക്ക് നമ്മളിങ്ങനെ ബ്ലൂ ഒക്കെ കൊടുക്കുന്നുണ്ട്. അപ്പോൾ നമ്മൾ ആ ബ്ലൂ കൊടുക്കുന്നത് നമുക്ക് അത്രയും അറിയാവുന്ന ആൾക്കാർക്ക് മാത്രം കൊടുക്കുക, വിശ്വാസമുള്ളവർക്ക് മാത്രം കൊടുക്കുക. നമ്മൾ വലിച്ചു വാരി ബ്ലൂ കൊടുത്തിട്ടുണ്ടെങ്കിൽ ഒരുപാട് ഹൈഡൊക്കെ കിട്ടുക. പിന്നെ അതുപോലെ ടുഗദർ ലൈവ് വരുന്ന സമയത്ത് നമ്മൾ അറിയുന്ന പേരെ മാത്രം അടക്കുക, അല്ലാത്തവർ നമ്മളെടുത്ത് കയറ്റത് എനിക്ക് 2 പ്രാവശ്യം അബദ്ധം പറ്റിയിട്ടുണ്ട്. അപ്പോൾ അതും കൂടെ പറയുകയാണ്. എല്ലാവരും ശ്രദ്ധിക്കുക. അവരുടെ ചാനലിൽ നമുക്ക് എന്നേക്കുമായിട്ട് വേണമെന്ന് ഉണ്ടെന്നുണ്ടെങ്കിൽ ശ്രദ്ധിക്കുക. അപ്പോൾ പിന്നെ ഉള്ളതെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നമ്മൾ കോപ്പിറൈറ്റ് ഒക്കെ വരുമല്ലോ. അപ്പോൾ അതൊക്കെ ഒന്ന് ചെക്ക് ചെയ്യുക. നമ്മുടെ എന്താ പറയുക യൂട്യൂബ് അല്ല ഏർണിങ്സിനോട് അങ്ങനെ എന്താ പറയുക റിലേറ്റ് ആവാത്ത വിധത്തിൽ, റിലേറ്റ് മീൻസ് പറഞ്ഞത് എന്താ പറയുക അതിനെ ബാധിക്കാത്ത വിധത്തിലുള്ള കോപ്പിറൈറ്റ് ഒക്കെ കുഴപ്പമില്ല. അല്ലാത്തത് നമ്മൾ ക്ലിയർ ചെയ്യാൻ ശ്രമിക്കുക. അപ്പോൾ പിന്നെ വരുന്നതെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നമ്മുടെ ചാനലിൽ നമ്മൾ വീഡിയോസ് അപ്ലോഡ് ചെയ്യുന്ന ഒരു സമയം കണ്ടെത്തുക. നന്നായിട്ട് ക്ലിയർ ആയിട്ട് ഒരു ഷോട്ട് എടുക്കാൻ ശ്രമിക്കുക. വീഡിയോസ് ആണെങ്കിലും അതിൽ എന്തൊക്കെ നമുക്ക് ചേർക്കാൻ പറ്റുമോ നമ്മുടെ ഇതിനനുസരിച്ച് പുറത്തുനിന്നൊന്നും കൊണ്ടുവരാതെ നമ്മുടെ എന്താ പറയുക ആ ഒരു കഴിവിനനുസരിച്ചിട്ട് നന്നായിട്ട് പ്രസൻറ്റ് ചെയ്യാൻ ശ്രമിക്കുക. മാത്രമല്ല കുട്ടികളെ ആഡ് ചെയ്യുമ്പോഴൊക്കെ ശ്രദ്ധിക്കുക. നല്ല രീതിയിൽ വസ്ത്രമൊക്കെ ധരിപ്പിച്ചിട്ട് നമ്മളോടൊപ്പം ചേർത്ത് നിർത്തിയിട്ടൊക്കെ ലൈവ് ഇടുന്ന സമയത്ത് അതാണ് പറയാനുള്ളത്. അപ്പോൾ അതൊക്കെ ശ്രദ്ധിക്കുക. അതിൻ്റെ മിസ്റ്റേക്കുകളും
അതിലൂടെയുള്ള ഒരു കാര്യങ്ങളാണ് ഞാൻ പറയുന്നത്. അപ്പോൾ ഇനിയും നമ്മൾ നല്ല നല്ല വീഡിയോസ് ഇടണം എന്നുണ്ടെങ്കിൽ, നമ്മുടെ എക്സ്പീരിയൻസുകൾ നമ്മൾ പങ്കുവയ്ക്കണം എന്നുണ്ടെങ്കിൽ നിങ്ങൾ കമൻറ്റ് ചെയ്യുക. ഞാൻ എന്തായാലും തുടർന്ന് വീഡിയോസൊക്കെ ഇടുന്നതാണ്. അപ്പോൾ ഇത്രയേ ഉള്ളൂ എനിക്ക് പറയാനായിട്ട്. നമ്മളെ ഇതുവരെ സപ്പോർട്ട് ചെയ്ത ഒത്തിരി പറയാനുണ്ട്, പക്ഷേ ഈ ഒരു വീഡിയോയിൽ ഒതുങ്ങില്ല. സത്യം പറഞ്ഞാൽ എനിക്കിപ്പോഴും എനിക്കതൊരു വിശ്വാസം വന്നിട്ടില്ല. ഇപ്പോൾ രണ്ടാമത് റീഅപ്ലൈ വന്നതാണ് നമുക്ക് ഈ മോണി ആയത്. നമ്മൾ 4.5 മാസം മുന്നേ കംപ്ലീറ്റ് ആയിട്ട് അത് റിജക്റ്റ് ആയിപ്പോയി. അങ്ങനെ 3 മാസം എടുത്ത് നമുക്ക് റീഅപ്ലൈ കൊടുക്കാൻ വേണ്ടിയിട്ട്. റീഅപ്ലൈ ഓപ്ഷൻ അപ്പോൾ എനേബിൾ ആയിട്ടുണ്ടായിരുന്നു. അപ്പോൾ റീഅപ്ലൈ കൊടുക്കാനുള്ള ഓപ്ഷൻ വന്നിട്ടുണ്ടെങ്കിൽ നമുക്കത് എപ്പോഴാണ് കൊടുക്കേണ്ടതെന്നുള്ളത് അറിയില്ലായിരുന്നു. അപ്പോൾ ഞാൻ സ്വാഭാവികം നമ്മുടെ ചാനൽ മോണി ആവാനുള്ളൊരു ആവേശത്തിൽ ഞാൻ ഇടയ്ക്കിടയ്ക്ക് അത് നോക്കാറുണ്ട്. അപ്പോൾ ഈ 30-ാം തീയതിയാണ് ഞാൻ ആ ഒരു നോട്ടിഫിക്കേഷൻ കണ്ടത് ഏർണിങ്സിൻ്റെ. അപ്പോൾ അത് കണ്ടപ്പോൾ ഞാൻ എനിക്കറിയുന്നൊരു ഇത് പെയ്ഡായിട്ടൊക്കെ ചെയ്ത് കൊടുക്കുന്ന ഇക്കനോട് ചോദിച്ചു, ഷബീർക്കനോട് ചോദിച്ചു ഞാൻ, ഇക്ക ഇങ്ങനെ വന്നിട്ടുണ്ട്, ഇത് എന്താണ് സംഭവം, എനിക്ക് അറിയില്ല ഇതിനെ പറ്റിയിട്ട്. അപ്പോൾ ഇക്കയാണ് എന്നോട് പറഞ്ഞത്, എടാ നിനക്കിത് മോണി ആകാനുള്ള ആദ്യം റിജക്റ്റ് ആയി പോയല്ലോ, അപ്പോൾ അത് വീണ്ടും അപ്ലൈ ചെയ്യാനുള്ള ഓപ്ഷനാണ് ഈ വന്നിട്ടുള്ളതെന്ന് പറഞ്ഞു. അപ്പോൾ എനിക്ക് എന്താ ചെയ്യേണ്ടതെന്നൊരു വെപ്രാളായിരുന്നു. അത് ഞാൻ വിയർത്തു പോയി. സത്യം അത് ആദ്യമായിട്ട് ഫേസ് ചെയ്യുന്നൊരു എന്താ പറയുക, നമ്മൾ ആഗ്രഹിച്ച കാര്യം നമ്മളത് അച്ചീവ് ചെയ്യാൻ പോവുകയാണെന്നുള്ള ആ ഒരു ഇതാണ് എനിക്കപ്പോൾ അവിടെ വന്നത്. എനിക്ക് പറയാൻ വാക്കുകളില്ല സത്യം പറഞ്ഞാൽ. അപ്പോൾ അങ്ങനെ ഞാനത് അപ്ലൈ ചെയ്യാൻ എന്താണ് ഇക്ക ചെയ്യേണ്ടതെന്ന് കരുതിയിട്ട് ഇക്ക എന്നോട് ചോദിച്ചായിരുന്നു. അപ്പോൾ ഇക്ക ഇങ്ങനെയൊക്കെയാണ് ചെയ്യേണ്ടത്, അത് ആ സ്റ്റെപ്സ് ഒക്കെ ഇക്ക പറഞ്ഞു തന്നു, ഇങ്ങനെ ചെയ്യും ഒക്കെ പറഞ്ഞിട്ട്. അപ്പോൾ ഞാൻ സ്വന്തമായിട്ട് ചെയ്യാൻ കാരണം എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നമ്മുടെ കയ്യിൽ അത്രയും ഒരു എമൗണ്ട് നമ്മുടെ കയ്യിൽ എടുക്കാനുണ്ടാവില്ല. അപ്പോൾ അത് കാരണം കൊണ്ടാണ് സ്വന്തമായിട്ട് ചെയ്യാൻ ശ്രമിച്ചത്. അപ്പോൾ ഇനി എന്തായാലും നിങ്ങൾ ഒരാളെ നിർദ്ദേശം ഒക്കെ ചോദിച്ചിട്ട് ചെയ്യുക. ഞാൻ എന്തായാലും ഇന്ന് ഇവിടെ വരെ എത്തിയിട്ടുണ്ട്. അപ്പോൾ ഒത്തിരി സന്തോഷം. അത് നിങ്ങളോടും കൂടെ പങ്കുവയ്ക്കാൻ വേണ്ടിയിട്ടാണ് വന്നത്. അപ്പോൾ ഇനി എന്തെങ്കിലും കാര്യങ്ങളൊക്കെ ഉണ്ടെങ്കിൽ ഇതേപോലെ നമുക്ക് പറ്റിയ മിസ്റ്റേക്കുകൾ നിങ്ങൾക്ക് ആവർത്തിക്കരുത്, വേഗം ചാനൽ മോണി ആവട്ടെ എന്നുള്ളൊരു ഉദ്ദേശത്തോടെ മാത്രമാണ് നമ്മൾ ഈ ഒരു വീഡിയോ ചെയ്യുന്നത്. അപ്പോൾ എല്ലാവരും സപ്പോർട്ട് ചെയ്യുക, പരസ്പരം എല്ലാവരും അങ്ങോട്ടും ഇങ്ങോട്ടും സപ്പോർട്ടൊക്കെ ചെയ്യാൻ ശ്രമിക്കുക കേട്ടോ. അതാണ് എനിക്ക് പറയാനുള്ളത്. എല്ലാവരും വിജയത്തിലേക്ക് എത്തട്ടെ. നമ്മുടെ യൂട്യൂബ് വരുമാനം അല്ലെങ്കിൽ ആ ഒരു യൂട്യൂബ് സാലറി വാങ്ങാൻ എല്ലാവർക്കും കഴിയട്ടെ എന്ന് ആശംസിച്ചുകൊണ്ട് ആഗ്രഹിച്ചുകൊണ്ട് നമ്മുടെ ഈ വീഡിയോ ഇവിടെ എൻഡ് ചെയ്യാണ് ഞാൻ. അപ്പോൾ എല്ലാവർക്കും ഒരിക്കൽ കൂടി ഓൾ ദി ബെസ്റ്റ്. ഈ പുതിയ ചാനലുകാരൊക്കെ മുന്നോട്ട് വരട്ടെ, നമുക്ക് അവരെയും കൂടെ സപ്പോർട്ട് ചെയ്യാൻ, ഒരുമിച്ച് മുന്നേറാം അല്ലേ. ഓക്കെ, താങ്ക് യു.